നമ്മളോടൊപ്പം CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുധേവൻ. അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഏത് വിധത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? 20 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരപ്രദേശത്ത് കരയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 എണ്ണം ഒഴികെ എല്ലാം കാലി കണ്ടെയ്നറുകളാണ്. ജില്ലാ ഭരണകൂടവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരു സജീവമായി ഇന്നലെ മുതൽ രംഗത്തുണ്ട്. അപ്പോൾ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ജനങ്ങൾ യാതൊരു കാരണവശാലും തെറ്റിദ്ധാരണ ആരെങ്കിലും പരത്താൻ പരിശ്രമിച്ചാൽ അതിൽ വശംവദരാകാതെ നിൽക്കണം. മറ്റ് അപകടകരമായ സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീരത്ത് ഉള്ള MLA എന്ന നിലയിൽ ഇതിൻ്റെ ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികൾ പല ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിലെ അവശിഷ്ടങ്ങൾ കടലിൽ കിടക്കുമ്പോൾ മത്സ്യബന്ധനത്തിന് പോയാൽ ബോട്ടുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത വലിയ ആശങ്കയാണ് ബോട്ടുടമകൾ പങ്കുവെക്കുന്നതും ഒപ്പം മത്സ്യത്തൊഴിലാളികൾ. അതിൻ്റെ ഭാഗമായി തൊട്ടപ്പുറം വളവിൽ തോപ്പിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ കണ്ടെയ്നറുകൾ അടുപ്പിച്ച് ഇതുപോലെ റോപ്പ് വെച്ച് കെട്ടിയപ്പോൾ അതിൻ്റെ ഡിസാസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് നിങ്ങളാരും അങ്ങനെ ആങ്കർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവരും പങ്കുവെക്കുന്ന ഒരു ആശങ്ക ഇതാണ്, അങ്ങനെയാണെങ്കിൽ അപകടം സംഭവിക്കുമോ, സംഭവിച്ചാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ സർവേലൻസ് പോകുന്നുണ്ട്, എയർ സർവേലൻസ് അടക്കം ഇതിൻ്റെ സർവേലൻസ് നടക്കുന്നുണ്ട്. പിന്നെ പൊല്യൂട്ടഡ് ആവുന്ന കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സാമ്പിളുകൾ ഇതിനോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എടുത്തു കഴിഞ്ഞു. പിന്നെ ഈ തെർമോക്കോൾ പോലുള്ള ഈ ഫോമുകളുടെ ഇതിൻ്റെ ഒരു വ്യക്തമാക്കേണ്ടതുണ്ട്. 2 കണ്ടെയ്നറിൽ ഒന്ന് ടീ ബാഗാണ്, ചൈനീസ് ഗ്രീൻ ടീ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ പേപ്പർ പോലുള്ളൊരു മെറ്റീരിയൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി മിക്കതും ഈ വെള്ള കണ്ടെയ്നറുകളെല്ലാം പൂർണ്ണമായിട്ടും കാലിയായിട്ടാണ് കാണുന്നത്. എങ്കിലും ഇതിപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. കൂടുതൽ നിർദ്ദേശങ്ങൾ ഈ മീറ്റിങ്ങിന് ശേഷം ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.